വയനാട് വൈത്തിരിയിൽ +2 വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വൈത്തിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ 17-കാരനാണ് സഹപാഠിയുടെ മർദ്ദനത്തിൽ വലത് കൈ ഒടിഞ്ഞത്. സംഭവത്തിൽ 2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. വൈത്തിരി തൈലക്കുന്ന് സ്വദേശിയായ 17-കാരന്റെ ബന്ധുക്കളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 21-നാണ് 2 സഹപാഠികൾ വിദ്യാർത്ഥിയെ ആക്രമിച്ചതെന്നാണ് പരാതി. +1 ക്ലാസ് മുതൽ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നതായാണ് പരാതിയിൽ പറയുന്നത്. മർദ്ദനത്തിൽ 17-കാരന്റെ വലതുകൈ ഒടിഞ്ഞ നിലയിലാണ്. നിങ്ങൾ എന്നോട് എന്തിനാ അങ്ങനെ കാണിക്കുന്നത് എന്നോട് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ തല ചുമരിൽ അടിച്ചു കയറി എൻ്റെ ബോധം പോയപ്പോൾ ഇവർ വലിച്ചുകൊണ്ട് പോയി സ്റ്റെപ്പിൻ്റെ ഇട്ടിട്ട് പിന്നെ പുറത്ത് അത് കൈ ചവിട്ടി ഒടിച്ച് എൻ്റെ പുറത്ത് കയറുന്നതിന് പുറത്ത് കുത്തുക. അതിന് തലക്കിട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ പറഞ്ഞിട്ട് അവൻ്റെ തല്ലോട്ട് കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും അവർ കേൾക്കാണ്ട് എൻ്റെ കൈക്ക് ചവിട്ടിയിട്ട് എനിക്ക് പോകുന്ന കൈക്ക് കയറി കൈ തിരിച്ചിട്ട് അവർ പോയി. സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘം FIR രജിസ്റ്റർ ചെയ്തു. SMS DYSP അബ്ദുൽ കരീമിനാണ് അന്വേഷണ ചുമതല. സ്കൂൾ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പല പ്രശ്നങ്ങളും അവിടെ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് പറ്റിയില്ലെങ്കിൽ ഇവർ പുറത്തുനിന്ന് പിള്ളേരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, വേറെ പിള്ളേരെ തല്ലിക്കുക. അതേപോലെ സാധു പിള്ളേരെയാണ്, നമ്മളെ പോലത്തെ സാധുക്കളാണ് ഇവർ അടിച്ച് പഠിക്കുന്നത്. ഈ ചെയ്യുന്നതിൻ്റെ അതൊന്നും ഇവർ പറഞ്ഞു, കാട്ടുവാസനൊന്നും ഞങ്ങളിങ്ങനെ വിടൂല, വെട്ടി കൊല്ലുള്ളൂ എന്ന് പറഞ്ഞു. സാർ ഇതൊക്കെ എന്താ പറയുക, നമ്മളെ പോലത്തെ ആൾക്കാർക്ക് സമൂഹത്തിൽ ജീവിക്കേണ്ട സാറേ. അവൻ്റെ കാര്യം ഇങ്ങനെയായില്ലേ, ഞാൻ അച്ഛനും കൂടി എന്തെങ്കിലും വന്ന് നമുക്ക് ആരുണ്ട് അമ്മയെന്ന് ചോദിച്ചത്, അതുകൊണ്ട് പേടിച്ചിട്ട് അവൻ പറയാത്തേന്ന് പറഞ്ഞത്. സംഭവം റാഗിംഗ് അല്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്. ആരോപണ വിധേയരായ 2 പേരെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. പോലീസിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. 24 വയനാട്.